പിറവം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അനൂപ് ജേക്കബിനൊപ്പം മഞ്ഞളാംകുഴി അലിയും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് സെക്രട്ടറി MC മായിൻ ഹാജി പറഞ്ഞു. ലാവ്ലിൻ കേസിൽ സാമ്പത്തിക ഇടപാടുകളിൽ പിണറായി വിജയന് നേരിട്ട ബന്ധമില്ലെങ്കിലും പരോക്ഷമായി ബന്ധമുണ്ടെന്നും മായിൻ ഹാജി ജിദ്ദയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം സംബന്ധിച്ച് വേണ്ടപ്പെട്ടവരുമായെല്ലാം ചർച്ച നടന്നിട്ടുണ്ടെന്നും ഇതു സംബന്ധമായ അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് മാത്രമാണ് KPCC പ്രസിഡന്റ് പറഞ്ഞതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായിൻ ഹാജി പറഞ്ഞു. പിറവം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അനൂപ് ജേക്കബിനോടൊപ്പം ലീഗിന്റെ 5ാം മന്ത്രിയായി മഞ്ഞളാംകുഴി അലി സത്യപ്രതിജ്ഞ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് മായിൻ ഹാജി ജിദ്ദയിൽ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും. പിറവം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അനൂപ് ജേക്കബും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ആ കൂട്ടത്തിൽ മഞ്ഞളാംകുഴി അലിയും സത്യപ്രതിജ്ഞ ചെയ്യും. അതങ്ങനെ ചെയ്തിരിക്കും. മുസ്ലിം ലീഗ് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ പറഞ്ഞ കാര്യം ഒരിക്കലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. 6 മാസത്തിനകം ആ വിഷയത്തിൽ തീർപ്പായി മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമെന്നായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ധാരണ. 6 മാസം കഴിഞ്ഞപ്പോ PM ജേക്കബ് അന്തരിച്ചു. നിലവിലുള്ള മന്ത്രിസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാൽ പോലും UDF-ൽ ഭിന്നതയുണ്ടാക്കില്ലെന്ന് മായിൻ ഹാജി പറഞ്ഞു. ലാവ്ലിൻ കേസിൽ പിണറായി വിജയന് പരോക്ഷമായാണ് ബന്ധമുള്ളതെന്നും ഇതിനെതിരെ ഒരു പരാമർശവും CBI റിപ്പോർട്ടിൽ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. PT മുഹമ്മദ്, KVA ഗഫൂർ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ക്യാമറമാൻ സാലിഹിനുബിയോടൊപ്പം ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. സാമ്പത്തിക ആസൂത്രണവും പ്രവാസികളും എന്ന വിഷയത്തിൽ സൈൻ ജിദ്ദ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഇംപാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അൽ അബീർ ഗ്രൂപ്പ് CEO ജാബിർ വടകര ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ കാവുങ്ങൽ മുഹമ്മദ് അലി, ഡോക്ടർ ഇസ്മയിൽ മരുതേരി എന്നിവർ പ്രസംഗിച്ചു. ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തകനുള്ള സൌദിയിലെ തബൂക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ വർഷത്തെ VP സത്യൻ സ്മാരക അവാർഡ് കരീം താമരശ്ശേരിക്ക് ലഭിച്ചു. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ്. ഏപ്രിൽ 15-ന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.